നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചരിത്രത്തിലാദ്യമായി വനിതാ പ്രാതിനിധ്യം കൊണ്ടുവന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ്. പുതിയ മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയിൽ വനിതകളെയും ഉൾപ്പെടുത്തി. ചെന്നൈയിൽ നടന്ന ദേശീയ കൗൺസിൽ യോഗത്തിലാണ് വനിതകളെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി കേരളത്തിൽ നിന്ന് ജയന്തി രാജനെയും തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസഫറയുമാണ് തിരഞ്ഞെടുത്തത്. ചെന്നൈയിലെ അബു പാലസ് ഓഡിറ്റോറിയത്തിലാണ് ദേശീയ കൗൺസിൽ യോഗം നടന്നത്. ഇതുവരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്ന മുസ്ലിം ലീഗിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്കാണ് ഇപ്പോൾ 2 വനിതകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദീർഘകാലമായി ലീഗിന്റെ പ്രവർത്തകയാണ് വയനാട് ഇരളം സ്വദേശിയായ ജയന്തി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവെന്ന രീതിയിൽ ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ ജയന്തി സജീവമാണ്. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ജയന്തി പ്രവർത്തിച്ചിട്ടുണ്ട്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തിച്ചിരുന്നു. നേരത്തെ ചേലക്കര നിയമസഭാ സീറ്റ് ലീഗിന് കിട്ടുകയാണെങ്കിൽ അവിടെ മത്സരിപ്പിക്കാൻ പാർട്ടി ജയന്തിയെ പരിഗണിച്ചിരുന്നു. കോങ്ങാട് സീറ്റിലും ജയന്തിയെ നേരത്തെ പരിഗണിച്ചിട്ടുണ്ട്. വനിതാ ലീഗ് ദേശീയ പ്രസിഡന്റാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ മുസഫർ. ഇസ്ലാമിക് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും കരസ്ഥമാക്കിയ ഫാത്തിമ മുസഫർ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, തമിഴ്നാട് വഖഫ് ബോർഡ്, മുസ്ലിം വുമൺ എയ്ഡ് സൊസൈറ്റി, മുസ്ലിം വുമൺസ് അസോസിയേഷൻ എന്നിവയിൽ അംഗമാണ്. അതേസമയം മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റായി തമിഴ്നാട് മുൻ എംപി പ്രൊഫസർ KM ഖാദർ തുടരും. രാഷ്ട്രീയ ഉപദേശക കമ്മിറ്റി ചെയർമാനായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും തിരഞ്ഞെടുത്തു. PK കുഞ്ഞാലിക്കുട്ടിയെ തന്നെ വീണ്ടും ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീർ MP-യാണ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി. ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയെ സീനിയർ വൈസ് പ്രസിഡന്റായും PV അബ്ദുൾ വഹാബിനെ നാഷണൽ ട്രഷററായും തിരഞ്ഞെടുത്തു.